കാർഗിൽ വീരനായകൻ ധീരജവാൻ മുതുവല്ലൂർ സുധീഷിന്റെ നാമോദയത്തിൽ ഗ്രാൻമ ഫൗണ്ടേഷൻ സുധീഷ് സ്മാരക ഗ്രന്ഥാലയം വായനശാല കെട്ടിടോദ്ഘാടനം നടന്നു. മുതുവല്ലൂരിൽ സുധീഷ് നഗരിയിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്തു. സുധീഷിന്റെ കുടുംബം നൽകിയ 3 സെന്റ് സ്ഥലത്താണ് വിശാലമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഭീകരവാദത്തിനും വർഗീയതയ്ക്കുമെതിരായുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ട സുധീഷിന്റെ ഓർമ്മകൾ നമുക്കത് പ്രദാനം ചെയ്യുന്നു വീണ്ടും. കാരണം സുധീഷിനെ പോലെ ധാരാളം സൈനികന്മാർ ഇപ്പൊ നമ്മളറിയാം, നമ്മോടൊപ്പമുണ്ട്, ഇല്ലാത്തവരുണ്ട്. അവരുടെയൊക്കെ സേവനങ്ങൾ വിലമതിക്കാത്തതാണ്. ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സുധീഷ് വീരമൃത്യു വരിച്ചത്. അപ്പൊ സുധീഷിന്റെ ഓർമ്മകൾ നമ്മുടെ നാടിനകത്ത് നിലനിൽക്കണം. ഇപ്പൊ വായനശാല ഗ്രന്ഥശാല ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്. 2003 മെയ് 13 ജമ്മു കാശ്മീരിലെ കാർഗിലിൽ നടത്തിയ ഓപ്പറേഷനിലാണ് സുധീഷ് പാലേക്കോട് വീരമൃത്യു വരിച്ചത്. തീവ്രവാദികളെ തിരഞ്ഞു കണ്ടെത്തി തീവ്രവാദി ക്യാമ്പുകൾ നശിപ്പിക്കുന്ന ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയായിരുന്നു അത്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ മുതവല്ലൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സുധീഷ്. അധ്യാപക ദമ്പതിമാരായിട്ടുള്ള അച്യുതന്മാരുടെയും സുഭദ്ര ടീച്ചറുമാണ് അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ സ്മരണ നിലനിർത്താൻ 3 സെന്റ് സ്ഥലം സൌജന്യമായി വായനശാലയ്ക്കായി നൽകിയത്. 2014 സ്ഥാപിതമായ സുധീഷ് സ്മാരക വായനശാലയാണ് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്തത്. വൈറ്റ് പ്രമോദ് ദാസ് പരിപാടിക്ക് ഗ്രന്ഥശാല പ്രസിഡന്റ് ഇ കെ ഷാജേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പഞ്ചമി പ്രതി മുഖ്യ അതിഥിയായി. ചടങ്ങിൽ വിശിഷ്ടാതിഥികളെയും സുധീഷിന്റെ മാതാപിതാക്കളെയും ആദരിച്ചു. ലൈബ്രറി കൌൺസിൽ കൊണ്ടോട്ടി താലൂക്ക് സെക്രട്ടറി സി മോഹൻദാസ്, റിട്ടയർഡ് സുബൈദാർ മേജർ ബീരാൻകുട്ടി, ഷിന്ന കുട്ടൻ മാസ്റ്റർ, എൻ കെ ഷൌക്കത്ത് അലി ഉമ്മർ മാസ്റ്റർ, കെ പി സക്കീർ, ശശി രാജൻ പനയങ്ങാട്, പാമ്പോടൻ അബു മാസ്റ്റർ, ജയശങ്കർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് രാജനാരായണൻ സ്വാഗതവും ഗോപിനാഥൻ കെ പി നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാട്ടുകാരും പൌരപ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്തു. അശ്വിൻ വിജയന്റെ വയലിൻ വായനയും രാഗിതയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി. ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.